മുട്ടത്തറയിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. അവിടെ അഷിൻ ഡിയാഗോയുണ്ട്. അഷിൻ, ഇന്നലെ വലിയ രീതിയിൽ അവിടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. സ്ത്രീകൾ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റവും തർക്കവും ഒക്കെ ഉണ്ടായത് കണ്ടതാണ്. ഇന്നിപ്പോൾ ചിലരൊക്കെ അവിടെ ടെസ്റ്റിന് എത്തിയിട്ടുണ്ടെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ടെസ്റ്റ് നടക്കുന്നുണ്ടോ മുട്ടത്തറയിൽ? ഇപ്പോൾ ഇവിടെ മുട്ടത്തറയിൽ ഒരു ടെസ്റ്റിനുള്ള ആളെത്തിയിട്ടുണ്ട്. അയാളെ ടെസ്റ്റ് നടത്താനാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ഇന്നലെ തന്നെ ഇവർ ഈ തീരുമാനം പറഞ്ഞിരുന്നു. അതായത് പോലീസ് സംരക്ഷണയോടുകൂടി ടെസ്റ്റുകൾ പുനരാരംഭിക്കും എന്നാണ് അറിയിച്ചിരുന്നത്. നേരത്തെ പേരുകൾ വായിച്ചപ്പോൾ ആരും തന്നെ ടെസ്റ്റിന് എത്തിയിട്ടുണ്ടായിരുന്നില്ല. തുടർന്നാണ് ഇപ്പോൾ ഒരാൾ എത്തിയിട്ടുള്ളത്. ഇയാളെ അകത്തേക്ക് ടെസ്റ്റിന് വേണ്ടി കയറ്റിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഇപ്പോൾ INTC-യുടെ നേതൃത്വത്തിലും മറ്റ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പുറത്ത് പ്രതിഷേധം നടക്കുകയാണ്. ഇവർ ഏതാനും ദിവസമായി ഇവിടെ പന്തല് കെട്ടി സമരം നടത്തുകയാണ്. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ഇന്നും ഇവർ ഇവിടെ ഉള്ളത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഒരാൾ ഇവിടെ ടെസ്റ്റ് നടത്താനായി എത്തിയിട്ടുള്ളത്. ടെസ്റ്റ് അല്പസമയം മുമ്പാണ് ഇയാൾ ഇവിടെ എത്തിയത്. പോലീസ് സുരക്ഷയോടുകൂടി ഇയാളെ അകത്തേക്ക് കയറ്റി ടെസ്റ്റ് നടത്തുന്ന ഒരു സാഹചര്യം. ഈ ഗേറ്റിന് പുറത്താണ് മുട്ടത്തറ ഈ തിരുവനന്തപുരത്തെ ടെസ്റ്റ് നടത്തുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് മുട്ടത്തറ ഗേറ്റിന് മുന്നിലാണ് ഇവർ ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരാൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. INTC ജില്ലാ പ്രസിഡന്റ് പ്രതാപൻ. ഇപ്പോൾ ടെസ്റ്റ് നടക്കുന്നുണ്ട് അകത്ത്. ഇല്ല ഒരാൾ ഇപ്പോൾ ടെസ്റ്റിന് വേണ്ടിയാണ്. ടെസ്റ്റ് നടക്കില്ല. അക്കാര്യത്തിൽ ടെസ്റ്റ് നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ടെസ്റ്റ് നടക്കില്ല. കേരളത്തിലെ 23 ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നില്ല. എല്ലാ കേന്ദ്രങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. ഒരിടത്തും നടത്താൻ അനുവദിക്കത്തില്ല. ഈ സർക്കുലർ പിൻവലിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഈ പരിഷ്കാരം ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചതാണ്. ഏതാണ്ട് 9 ലക്ഷം ആളുകൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി അപേക്ഷ കൊടുത്ത് കാത്തു നിൽക്കുകയാണ്. ഏതാണ്ട് 23 ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. ഇവിടെ ഏതാണ്ട് 1,30,00,000 രൂപ സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടിയുള്ള പണം സമാഹരിച്ച ട്രഷറിയിൽ വച്ചിരിക്കുകയാണ്. അത് വച്ചതിന് ശേഷമാണ് ഇത് ഏകപക്ഷീയമായി ഗവൺമെന്റ് നിലപാട് മാറ്റിയിരിക്കുന്നത്. ഒരു പശ്ചാത്തല സൗകര്യവും ഒരുക്കാതെ സംസ്ഥാനത്ത് 6000-ഓളം വരുന്ന ഡ്രൈവിംഗ് സ്കൂളുകളെ നശിപ്പിക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. ഇത് നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ഗവൺമെന്റ് പറഞ്ഞ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. ഈ ഡ്രൈവിംഗ് സ്കൂളുകളെ ഇല്ലാതാക്കുന്ന നടപടി ഏതാണ്ട് 10,000-ഓളം വരുന്ന ഈ മേഖല പ്രവർത്തിക്കുന്നവരുടെ വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തായാലും ഇപ്പോൾ ഈ മുട്ടത്തറയിൽ ടെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. ഒരാൾ മാത്രമാണ് ടെസ്റ്റിന് എത്തിയിട്ടുള്ളത്. എത്തിയ ഒരാളെ കൊണ്ട് ടെസ്റ്റ് നടത്താനാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം തന്നെ അവർ നിലപാട് പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം ഈ മോട്ടോർ വാഹന വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ സംഘടന ഇത്തരത്തിൽ തീരുമാനം, ഈ സർക്കാരിന്റെ പുതിയ സർക്കുലർ നടപ്പിലാക്കും എന്നൊരു ഉറച്ച തീരുമാനത്തിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. ഈ ഒരു തീരുമാനത്തെ അവർ അനുകൂലിക്കുന്നു. ഇത് ഉറപ്പായും നടപ്പിലാക്കും എന്ന് അവർ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് ഇവർ പോലീസിന്റെ സഹായത്തോടു കൂടി ഇത്തരത്തിൽ ടെസ്റ്റ് പുനരാരംഭിക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് ഇവിടെ ടെസ്റ്റ് ആരംഭിക്കാനായി ഒരുങ്ങുന്നത്. ഈ INTC അടക്കമുള്ള സംഘടനകൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കും സമരം വ്യാപിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 13-ാം തീയതി ഒരു മാർച്ച് നടത്തും. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തും. ഇത് സംബന്ധിച്ച് തീരുമാനം ഇന്നുണ്ടായേക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരാളെ അകത്ത് കടത്തിവിട്ടതിന് ശേഷം ഇപ്പോൾ ഇവിടെ പ്രതിഷേധം തുടരുകയാണ്. ഈ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. വിനിത, അശ്വിൻ, ഇപ്പൊ ഒരാളെ കടത്തിവിട്ടു എന്ന് കടത്തിവിട്ട ആളാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? ക്യാൻസൽ ആയി പോയെന്ന് പറഞ്ഞു. അറിയില്ല, ഡേറ്റ് നേരത്തെ എടുത്തോണ്ടായിരുന്നു. ടെസ്റ്റിന് ഇന്നാണ് ഡേറ്റ് കിടക്കുന്നത്. ടെസ്റ്റിന് വന്നപ്പോ എന്താ പറഞ്ഞത്? ഡേറ്റ് ക്യാൻസൽ ആയി പോയെന്ന് പറഞ്ഞു. അപ്ലൈ ചെയ്തെന്നാ? അപ്ലൈ ചെയ്ത് 15-നാണ്. അതുകൊണ്ടാണ് ഇന്ന് വരാനായിട്ട് നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. സുന്ദർ വണ്ടിയില്ല. പിന്നെ ഇവിടെ വന്ന വണ്ടി കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. അറിയില്ല ഇതിനെ കുറിച്ച്. ഇവിടെ ഇപ്പൊ ഇല്ലല്ലോ, വണ്ടി ഇല്ലെന്ന് പറഞ്ഞു. അവരുടെ ഡേറ്റ് ക്യാൻസൽ ആയി പോയി. ഫോണിൽ മെസ്സേജ് തരുമെന്ന് പറഞ്ഞു. ഇല്ല, അദ്ദേഹത്തിന് ക്യാൻസൽ ആയി പോയെന്ന് പറഞ്ഞു. ഡേറ്റ് എന്റേത് ക്യാൻസൽ ആയി പോയി. സമരം ഉണ്ടാവുന്നു, പ്രതിഷേധം ഉണ്ടാവുന്നു അറിഞ്ഞായിരുന്നു. ഈ സമരം ഉണ്ടാവുന്ന ഇല്ല, സോറി, അറിയില്ല. എന്നാലും ടെസ്റ്റ് നടക്കില്ല, ക്യാൻസൽ ആയി പോയി.
പുതിയ ഡേറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ടെസ്റ്റ് നേരത്തെ ഡേറ്റ് എടുത്തുകൊണ്ട് അത് ക്യാൻസലായി പോകുമെന്ന് പറഞ്ഞു. ഡേറ്റ് എന്നാ വന്നത് 15 എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ക്യാൻസലായി പോകുമെന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു നിനക്ക് വേണ്ടിയാണ് നടന്നത്, നിനക്ക് വേണ്ടി നീ അത് നശിപ്പിക്കാനല്ലേ വന്നതല്ലേ? ശരി, ഏതായാലും അശ്വിൻ ആ ടെസ്റ്റിന് എത്തിയ ആളുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. രണ്ടുപേരാണോ അവിടെ ടെസ്റ്റിന് എത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഉൾപ്പെടെ NTCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ആ പയ്യൻ ഇതൊന്നും അറിയാതെ വന്നതാണ്, പക്ഷെ ഇതിന് നടുക്ക് പെട്ടുപോയതാണ് സമരത്തിന്റെ നടുക്ക്. ഡേറ്റ് ക്യാൻസലായി പോയി എന്നാണ് അവനെ വ്യക്തിയെ അറിയിച്ചിരിക്കുന്നത്. ശരി, ഏതായാലും ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ അതേ സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇന്ന് നടത്താൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് പ്രതിഷേധക്കാർ പറയുകയും ചെയ്യുന്നത്.